ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, അർജുനെ കാണാതായിട്ട് 5 ദിവസം പിന്നിടുകയാണ്. ഇപ്പോൾ അവിടെ തെരച്ചിൽ ഏത് രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്? കാലാവസ്ഥയൊക്കെ അനുകൂലമാണോ? ഇന്ന് രാവിലെ മുതൽ ഇവിടെ തെരച്ചിൽ സജീവമായി നടക്കുന്നുണ്ട്. ഇതുവരെയും കാലാവസ്ഥ അനുകൂലമായിരുന്നു, തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴാണ് ഒരു നേരിയ മഴയുടെ ഒരു ലക്ഷണം ഉള്ളത്. ചെറുതായി മഴ പെയ്ത് തുടങ്ങുന്നുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കും എന്ന് കണ്ടറിയണം. ആ ഭാഗത്ത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ പരിശോധന നടത്തിയതെങ്കിൽ ഇന്ന് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഇന്ന് ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു. പക്ഷേ അത് ലോറിയുടെ സിഗ്നലാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു ലോറിയുടെ വലിപ്പമുള്ള അത്രയും ഒരു സിഗ്നൽ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം എടുത്തുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തണം എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. NIT വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ വിദഗ്ധരും ആണ് ഈ ഒരു പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അവർ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അവിടെ സജ്ജീകരിക്കുകയാണ്. മണ്ണ് ഇപ്പോൾ കൂടിക്കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചളി നിറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് ഈ റഡാറിന് കൃത്യമായി പരിശോധിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ റഡാറിന് കൃത്യമായി പരിശോധിക്കാൻ കഴിയുന്ന സ്വഭാവത്തിൽ അവിടെ മണ്ണൊരുക്കുന്നു. അത് കഴിഞ്ഞാൽ റഡാറിന്റെ പരിശോധന നടക്കും. അപ്പോൾ സിഗ്നൽ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം അവിടുന്ന് ലഭ്യമാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ലഭിച്ച സിഗ്നൽ അത് ലോറിയുടെ സിഗ്നലാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും ആ ലോറി അവസാനമായി ഉണ്ടായിരുന്ന ലൊക്കേഷനും ഈ സിഗ്നൽ ലഭിച്ച പ്രദേശവും ഒരു സ്ഥലത്ത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഒരു ചായക്കട പൂർണ്ണമായും മണ്ണിടിഞ്ഞ് വീണ് 5 അംഗ കുടുംബം മരിച്ചിരുന്നു. ആ പ്രദേശത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചായക്കടക്ക് സമീപത്ത് ഈ ലോറി പാർക്ക് ചെയ്തിരിക്കാം എന്നൊരു നിഗമനത്തിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂടുതൽ പരിശോധനയിൽ ഇതിൽ ഒരു കൃത്യത വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ മണ്ണ് നീക്കുന്ന പ്രവൃത്തി ഒരു ഭാഗത്ത് നടക്കുന്നു. ഗംഗാവാലി നദിയിൽ ഒരു പരിശോധന നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. NIT വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റഡാർ പരിശോധന, SDRFിന്റെയും NDRFിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധന, പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പരിശോധന, കാസർഗോഡ് ഉള്ള പോലീസ് സംഘവും അതോടൊപ്പം തന്നെ RTO സംഘവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരും ഈ രക്ഷാപ്രവർത്തനം വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ ഇന്ന് സജീവമായ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നു. പക്ഷേ 5ാമത്തെ ദിവസവും എവിടെയാണ് ഈ ലോറി എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ആ ഒരു വ്യക്തത ഉണ്ടാവും എന്നതാണ് ഒരു പ്രതീക്ഷ. ഒരു സംശയം ഇപ്പോൾ ഷഫീഖ് പറയുകയുണ്ടായി, ഈ ചായക്കട ഉണ്ടായിരുന്ന സ്ഥലത്തിനടുത്ത് ചരക്ക് വാഹനങ്ങളൊക്കെ നിർത്തിയിടാറുണ്ടായിരുന്നു എന്ന്. അവിടേക്കാണ് ഈ മണ്ണിടിഞ്ഞ് വീണത്. അങ്ങനെയെങ്കിൽ ഈ മണ്ണിടിച്ചിലിൽ ഈ ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ടോ രക്ഷാപ്രവർത്തകർ? തുടക്കത്തിൽ അങ്ങനെ ഒഴുകിപ്പോയ ഒരു സാഹചര്യമുണ്ട്. 2 പാതയാണ് ഇവിടെ. ഒരു ഡിവൈഡർ, ആ ഡിവൈഡറിന്റെ ഒരു ഭാഗത്ത് 2 വരി പാത, അതിന്റെ തൊട്ടിപ്പുറം 2 വരി പാത, അങ്ങനെ 4 വരി പാതയുള്ള ദേശീയപാതയാണ്. ഇതിൽ പുഴയുള്ളത് മംഗളൂരുവിൽ നിന്ന് ഗോവയിലേക്ക് പോകുന്ന പാതയിലാണ്. ആ പാതയുടെ വശത്താണ് പുഴ ഉള്ളത്. ആ പുഴയുടെ അരികിലാണ് ഈ ചായക്കട ഉണ്ടായിരുന്നത്. നമ്മുടെ ലോറി വന്നിരുന്നത് ഗോവയിൽ നിന്ന് മംഗളൂരു വഴിയിലാണ്. അത് പുഴയുള്ള ഭാഗത്തല്ല, അതിന്റെ അപ്പുറത്തുള്ള 2 വരിയിൽ, ആ 2 വരിയും കഴിഞ്ഞ് ലോറികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഈ ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ അവിടെ നിന്ന് 2 വരി മാറി ഡിവൈഡർ കടന്ന് വീണ്ടും 2 വരി പാത കഴിഞ്ഞ് ഈ പുഴയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു സാഹസമാണ്. അത് സാധ്യത കുറവാണ് എന്നാണ് രക്ഷാപ്രവർത്തകർ ഏറ്റവും ഒടുവിൽ പറയുന്നത്. അങ്ങനെ വന്നിരിക്കാനുള്ള സാധ്യതയില്ല. ഈ ലോറി ഒന്നുകിൽ മറിഞ്ഞു വീണ ഒരവസ്ഥയുണ്ടാവാം, അതിനു മുകളിൽ മണ്ണ് വീണിട്ടുണ്ടാവാം എന്നൊരു സാധ്യതയാണ് കാണുന്നത്. ഈ മംഗളൂരുവിൽ നിന്ന് ഗോവയിലേക്ക് പോകുന്ന പാതയുടെ വശത്ത് നിർത്തിയിരുന്ന ലോറി ഈ ഒഴുക്കിൽ പുഴയിൽ വീണിരുന്നു. ആ ഒഴുക്കിൽ ഒരു ടാങ്കർ ലോറി തന്നെ ഈ പുഴയിൽ വീണിരുന്നു. ആ ടാങ്കർ ലോറിയെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞു. ടാങ്കർ ലോറിയുടെ ഡ്രൈവറും അതോടൊപ്പം തന്നെ ടാങ്കർ ലോറിയിൽ ഉണ്ടായിരുന്ന സഹായിയും
മരിച്ചിരുന്നു. അവരുടെ മൃതദേഹവും കണ്ടെത്തിയിരുന്നു. അതായത് ഞാൻ സൂചിപ്പിച്ചത് 2 വരി പാത, അത് ഗോവയിൽ നിന്ന് മംഗളൂരുവിലേക്ക് വരുന്ന പാത ഈ പുഴയുടെ ചേർന്നിട്ടുള്ള ഭാഗത്തല്ല, അതിന് അപ്പുറത്തുള്ള ഭാഗത്താണ്. അവിടെ നിന്ന് ഒഴുകി പുഴയിലെത്തുക എന്ന് പറയുന്നത് സാധ്യതയില്ല എന്നൊരു കണക്കുകൂട്ടലാണ് ഈ മണ്ണിനടിയിൽ തന്നെ ലോറി ഉണ്ടാവാം എന്നൊരു പ്രതീക്ഷയ്ക്ക് കാരണമായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം നേവി നടത്തിയ ഒരു പരിശോധനയിലും ഈ പുഴയിൽ ലോറി ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞു. പക്ഷെ നല്ല കലക്ക് മണ്ണ് കലർന്ന ഒരു ചുവന്ന വെള്ളമാണ് ഇപ്പോൾ ആ പുഴയിലാകെയുള്ളത്. വലിയ മണൽ കട്ട രൂപപ്പെട്ടിട്ടുണ്ട്. ആ മണ്ണൊഴുകി പുഴ പൂർണ്ണമായും കലങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന്റെ അകത്ത് ഉള്ളതിനെ കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും നിലവിലുള്ള ഒരു സാഹചര്യം വെച്ച് ഈ ലോറി ഈ 4 വരി കടന്ന് പുഴയിലെത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയുകയും ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ നേരത്തെ ചോദിച്ചതുപോലെ പുഴയിലെത്താനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. ആ പുഴയിലും ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നു. ആ പുഴയിൽ മറ്റേതെങ്കിലും ഒക്കെ വാഹനമുണ്ടോ എന്നതടക്കമുള്ള പരിശോധന നടത്തുന്നു. അർജുൻ ഉൾപ്പെടെ 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2 പേർ കർണാടക സ്വദേശികൾ തന്നെയാണ്. അർജുനും മറ്റു 2 പേർക്കുമുള്ള തെരച്ചിലിൽ കഴിഞ്ഞ 5 ദിവസമായി ഒരു കൃത്യത വന്നിട്ടില്ല. എവിടെയാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ ഈ സംഘങ്ങളുടെ പരിശോധനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂടിയത്. ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകർക്ക് ഒന്നും തന്നെ അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല. അവിടെ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള സൂചനയും ലഭിച്ചിരുന്നില്ല. ഇന്നും മണ്ണെടുപ്പ് അടക്കമുള്ളവ വളരെ വേഗത കുറവായിരുന്നു എന്നൊരു പരാതി ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിലാണ് മാധ്യമപ്രവർത്തകർക്ക് അവിടെ എത്താൻ കഴിഞ്ഞത്. റഡാർ വന്നതിന് ശേഷം സിഗ്നലുകൾ ലഭിച്ചതിന് ശേഷം ആണ് അവിടെ ഒരു പ്രതീക്ഷ ഇന്നുണ്ടായി. കൂടുതൽ ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നു. ഷഫീഖ്, ഇന്നലെ നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിയോളജി വകുപ്പ് പറയുന്നുണ്ട് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്, അത് രക്ഷാപ്രവർത്തനത്തിന്റെ പ്രതിസന്ധിയാണ് എന്നൊക്കെ. ഇന്ന് അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു, അവിടെ മഴ ഇതുവരെയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല മഴയ്ക്കുള്ള ലക്ഷണമുണ്ട്. മഴ പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്യുമ്പോൾ നീരൊഴുക്ക്, ആ കുന്നിൽ നിന്നുള്ള നീരൊഴുക്ക് ശക്തിപ്പെടുന്നുണ്ട്. ഇപ്പോഴും നേരത്തെ മഴയില്ലാത്ത സമയത്ത് പോലും ആ മണ്ണിടിഞ്ഞ ഭാഗത്ത് നല്ല നീരൊഴുക്കുണ്ട്. ഈ നീരൊഴുക്കുള്ളത് കൊണ്ട് തന്നെ അവിടെ കൂടിയ മണ്ണ് ചെളിവെള്ളമായി വെള്ളം കൂടി കലർന്ന ഒരവസ്ഥയിലാണ്. അത് നീക്കം ചെയ്യാൻ വലിയ പ്രയാസം രക്ഷാപ്രവർത്തകർക്കുണ്ട്. JCB ഉപയോഗിച്ച് അത് കോരി ടിപ്പറിലേക്ക് മാറ്റി അത് കൊണ്ടുപോയി മറ്റു പ്രദേശത്ത് ഒഴിവാക്കാനുള്ള പ്രയാസം. അതുകൊണ്ട് തന്നെ അവർക്ക് മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രയാസമായിരുന്നു. ഇന്നും നീരൊഴുക്ക് ഇനി മഴ കൂടുകയാണെങ്കിൽ അത് നീരൊഴുക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. നീരൊഴുക്ക് ഉണ്ടാവുമ്പോൾ മണ്ണിടിയാനുള്ള സാധ്യത ഈ റോഡിൽ ആകെയുമുണ്ട്. ഈ ദേശീയപാതയുടെ ഒരു നിർമ്മാണത്തിന്റെ ഒരു രീതി തന്നെ മണ്ണ് കുത്തനെ ഇടിച്ച് 4 വരി ഉണ്ടാക്കിയതാണ്. ഈ കുത്തനെ ഇടിച്ചപ്പോൾ പല സ്ഥലത്തും മണ്ണ് ഇളകി വരുന്ന ഒരു അവസ്ഥയിലാണ്. ആ ഇളകി വന്ന് പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് മാത്രമല്ല 10ഓളം കേന്ദ്രങ്ങളിൽ ഇങ്ങനെ മണ്ണിടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ആ കേന്ദ്രങ്ങളിൽ ഉള്ളതുപോലെ ഈ പ്രദേശത്തും വലിയ രൂപത്തിൽ ഉള്ളടികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ ആ മണ്ണ് കൂടി ഇളകാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം. അതിനിടയിൽ കൂടിയുള്ള നീരൊഴുക്കും ഈ മണ്ണ് ഇളകുന്നതിന് കാരണമായിട്ടുണ്ട്. വലിയ അപ്പോൾ ഈ നിറഞ്ഞ മണ്ണൊക്കെ കൂടുതൽ പ്രതിസന്ധി കൂട്ടുകയല്ലേ ചെയ്യുക രക്ഷാപ്രവർത്തനത്തിന്? തീർച്ചയായും അവിടുന്ന് മഴ ഇനി വരുന്നത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ പ്രയാസപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ മഴയുടെ ശക്തി കൂടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ ഈ വാർത്തയുടെ തുടക്കത്തിൽ മഴ വളരെ ചെറുതായി ആണ് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ശക്തമായ മഴ ഈ സമയത്ത് ആവുമ്പോഴേക്കും ഉണ്ടാവുന്നു. വൈകുന്നേരം ആവുമ്പോഴേക്കും മഴ ശക്തിപ്പെടും എന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്ത് ഇപ്പോൾ തന്നെ നമ്മൾ പോയപ്പോൾ തന്നെ ആ ഭാഗങ്ങൾ മുഴുവനായും ചെളി നിറഞ്ഞ ഒരവസ്ഥയിലാണ്. ഈ മണ്ണ് നീക്കം ചെയ്യുന്നത്, ഈ റഡാറിന്റെ പരിശോധനയടക്കം തടസ്സപ്പെടുന്നത് ഈ ചെളിവെള്ളം ഉണ്ടാകുമ്പോഴാണ്. മണ്ണ് കട്ടിയുള്ള മണ്ണിലൂടെ ഈ റഡാർ ഉരുട്ടി പോകുന്ന സമയത്താണ് അതിന് സിഗ്നലുകൾ ലഭിക്കുക. പക്ഷേ മഴ വരികയും നീരൊഴുക്കുണ്ടാവുകയും അങ്ങനെ ഈ മണ്ണ് നനയുകയും ചെയ്താൽ ആ ചെളിയിലൂടെ ഈ റഡാറിന്റെ പരിശോധന അടക്കം തടസ്സപ്പെടും. അങ്ങനെ വരുമ്പോൾ അത് ദുസ്സഹമാവും.
എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യണം എന്ന് നേരത്തെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ അവർ പറഞ്ഞിരുന്നത് വൈകുന്നേരത്തോടു കൂടി മഴ ശക്തമാവുകയാണെങ്കിൽ ഇത് തടസ്സമാവുകയായിരുന്നു. ആ സമയത്ത് കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു ആരോപണമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രയാസമുണ്ട്. ഈ കുന്നിനോട് ചേർന്ന ഭാഗത്താണ് മണ്ണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. അവിടെ താഴ്ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്താൽ മുകൾ ഭാഗത്ത് നിന്ന് വീണ്ടും മണ്ണ് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കൂടി പരിഗണിച്ച് ആണ് രക്ഷാപ്രവർത്തകർ വളരെ ശ്രദ്ധയോടുകൂടി അത് നീക്കം ചെയ്തിരുന്നത്. പക്ഷെ അതിന്റെ വേഗത പോരാ എന്നതായിരുന്നു കുടുംബാംഗങ്ങൾ ഒരു ആക്ഷേപമായി ഉന്നയിച്ചത്. ഷഫീഖ്, നിലവിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിലാണ് നടക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. ഇതിൽ ആരെങ്കിലും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഈ 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ വിശ്വസനീയമായ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും 3 പേരുടെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല. നേരത്തെ നമ്മൾ നമ്മൾ റഡാറിന്റെ സിഗ്നൽ ലഭിച്ചു എന്നതുപോലും NITയിലെ വിദ്യാർത്ഥികളും വിദഗ്ധരുമായ ആളുകൾ അതൊരു വാഹനത്തിന്റെ സിഗ്നലാവും എന്ന് അവർ സ്ഥിരീകരിക്കുന്നില്ല. ഒരു സംശയം മാത്രമാണ് പ്രകടിപ്പിക്കുന്നത്. അതുപോലെ ഈ 3 പേരെയും കുറിച്ച് ഇപ്പോഴും അവർ മിസ്സിംഗ് ആണ് എന്ന ഒരു പരാതിയിൽ പോലീസ് അന്വേഷണം ആണ്. കഴിഞ്ഞ ദിവസമാണ് അതിന്റെ FIR രേഖപ്പെടുത്തിയിരുന്നത്. 2 കർണാടക സ്വദേശികളും ഒരു മലയാളിയുമാണ്. ആ കർണാടക സ്വദേശിയെ കുറിച്ചും മലയാളിയെ കുറിച്ചുമുള്ള ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഷഫീഖ്, അതുപോലെ തന്നെ ഇന്നലെ അർജുന്റെ കുടുംബം ഈ രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് തുടരുന്നത്, അതിൽ വലിയൊരു ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആരൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്? ഇപ്പോൾ HD കുമാരസ്വാമി സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ടല്ലോ. അല്പസമയം മുൻപാണ് കേന്ദ്രമന്ത്രി ഈ സ്ഥലം സന്ദർശിച്ചത്. നേരത്തെ ജനപ്രതിനിധികൾ ആരും തന്നെ സ്ഥലം സന്ദർശിച്ചില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. സ്ഥലം MLA നേരത്തെ ഇവിടെ സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത് നിയന്ത്രിക്കുന്നതിന് കോർഡിനേറ്റ് ചെയ്യുന്നിടത്ത് പരാജയപ്പെട്ടു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റി എന്നാണ് സ്ഥലം MLA പറഞ്ഞിരുന്നത്. സ്ഥലം MLA ഇടപെട്ടതിന് ശേഷമാണ് മാധ്യമപ്രവർത്തകർക്ക് സ്ഥലത്തെത്താനും വാർത്തകൾ ശേഖരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയത്. അല്പസമയം മുമ്പാണ് കേന്ദ്രമന്ത്രി കുമാരസ്വാമി ഈ സ്ഥലത്തെത്തിയത്. കുമാരസ്വാമിയോടൊപ്പം എത്തിയ പാർട്ടി പ്രവർത്തകരെ പോലീസ് പ്രദേശത്തേക്ക് കടത്തിവിട്ടിരുന്നില്ല. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു കുമാരസ്വാമി ഈ പ്രദേശത്തെത്തിയത്. ഇപ്പോൾ അപകടം നടന്ന പ്രദേശം കേന്ദ്രമന്ത്രി സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ സാധാരണ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പോലെ ഇവിടെ SDRF, NDRF, പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ ഈ NITയിലെ വിദ്യാർത്ഥികളടങ്ങുന്ന വിദഗ്ധ സംഘം, അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരായ ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം ആണിപ്പോൾ അവിടെയുള്ളത്. കൂടുതൽ ആളുകളെ ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കണം എന്നൊരാവശ്യമായിരുന്നു അർജുനിൻ്റെ കുടുംബവും അതുപോലെ തന്നെ ലോറിയുടെ ഉടമയുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ഒക്കെ ആവശ്യം. എന്നാൽ കൂടുതൽ ആളുകൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നില്ല എന്നത് ഒരു ആക്ഷേപമായി അവർ ഉന്നയിച്ചിരുന്നു. ഇവരുടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെയും രക്ഷാപ്രവർത്തനത്തിന് സ്വന്തമായി എത്തിക്കാം എന്ന ഒരു ആവശ്യം അവർ തന്നെ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ ലോറിയുടെ ഉടമയുടെ സുഹൃത്തുക്കളുമൊക്കെ നാട്ടിൽ നിന്നെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും, ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവും, അതിനുള്ള അനുമതി നൽകണം എന്നൊരാവശ്യം അവർ പോലീസിൻ്റെ മുമ്പിൽ വെച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ ആ മേഖലയിലേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്.